ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിംഗോ. ഇത് നമ്മൾ പോകാൻ പോകുന്നത് ചിക്കൻ മേടിക്കാനാണ്. പോർച്ചുഗീസിൽ പറയുന്നത് ഫ്രാങ്കോ. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. വ്ളോഗ് എടുക്കണം പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റിന് അമർത്തിയുണ്ട്. ഞങ്ങൾ 7th ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ സുഖപോലെ എത്തി. നല്ലൊരു ഫ്ലാറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റിലേക്ക് നമ്മൾ അമർത്തി കൊടുക്കാണ്ട് വേറെ ആരും ഫ്ലാറ്റിലേക്ക് വരിക. അപ്പോൾ ഞാൻ ഡോറൊക്കെ മതിയാക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, 2-3 കടകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ ചിക്കൻ മേടിക്കുന്ന കടയിലെത്താൻ. ചിക്കനോ ഫ്രാങ്കോ മേടിക്കുന്ന കടയിലെത്താൻ. ഞാൻ എന്നെ കാട്ടാണ്ട് ഞാൻ ഇതുപോലൊരു വൈറ്റ് ഫുൾക്കായി പോലത്തെ നെറ്റിലൊരു ഫുൾക്കായി പോലത്തെ ഡ്രസ്സൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. ബട്ടണൊക്കെ അമർത്തണം കേട്ടോ, എന്നാലും വണ്ടികൾ നിൽക്കുള്ളൂ. ഇവിടെ അപ്പുറത്തെ ചേച്ചിയും അതുപോലെ തന്നെ നിൽക്കിയിട്ടാണ് നിൽക്കുന്നത്. അതായത് റോഡൊക്കെ ക്രോസ് ചെയ്തു. എൻ്റെ വീഡിയോസ് കണ്ടുള്ളവർക്കറിയാം, എക്സ്പോ നടന്നില്ലേ, ആ സ്ഥലം കടന്നിട്ട് വേണം, സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് ചിക്കൻ മേടിക്കേണ്ട സ്ഥലത്തേക്ക് എത്താൻ. അപ്പോൾ ഫ്രാങ്കോ മേടിക്കണമെങ്കിൽ അവിടേക്ക് എത്തണം. അപ്പോൾ ഞാൻ ഒരു ഫുൾ ചിക്കൻ കട്ട് ചെയ്തിട്ട് തരാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോയ്ക്ക് കാട്ടാം. ഒക്കെ കാണണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. ഞാൻ നടക്കാണ്. അവിടെയുള്ളത് ഒരു കടയാണ്. എക്സ്പോയുടെ ബോർഡാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കണ്ടിട്ടാണ്. ഇവിടെ നമുക്ക് ചാടാട്ടോ. ഞാൻ ചാടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാട്ട് ചെയ്യുന്നതാണ്. ഇത് വേറൊരു റെസ്റ്റോറൻ്റാണ്. ഇത് പടച്ചിട്ടിരിക്കാനുണ്ട്. ഇവിടെ ഉച്ച കഴിയുമ്പോഴാണ് റെസ്റ്റോറൻറ്റൊക്കെ അങ്ങനെ തുറക്കുള്ളൂ. നേരെ കാണുന്നതാണ്, ആ മരത്തിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഫ്രാങ്കോ മേടിക്കാനുള്ള കട. അപ്പോൾ ഇവിടെ കുറേ കിറ്റുകളായിട്ടൊക്കെ ഉണ്ട്. നമുക്കിതിപ്പോൾ ചിക്കൻ മാത്രം മതി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ചിക്കനൊക്കെ പറയും. അപ്പോൾ ഞാൻ വെട്ടുന്നതൊക്കെ കാട്ടില്ല കേട്ടോ. കുറേ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളവിടെ ക്യൂവിന് നിൽക്കണം കേട്ടോ. കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ പോർക്കിൻ്റെ പലതരം വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ പോർക്കിൻ്റെ പലതരം വെറൈറ്റീസാണ് കേട്ടോ. അതിൻ്റെ മുമ്പിൽ പോർക്ക് മാത്രമായിട്ട് ഇട്ടിട്ടാണ് നമ്മുടെ ചിക്കനാണ് കേട്ടോ അവിടെ വെട്ടുന്നത്. അപ്പോൾ ഞാൻ കട്ടില്ല. അതിൻ്റെ മുകളിൽ കൂടുതൽ അപ്പുറത്തുള്ള തച്ചപ്പൈപ്പ് ചെയ്യും.